തിരുവനന്തപുരത്ത് നിന്നാണ്. നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നു അജയൻ. ഹായ്, ഹലോ, എവിടെ വരട്ടെ. നമസ്കാരം. നമസ്കാരം അജയൻ ചേട്ടാ. അജയൻ ചേട്ടന് ഫാമിലി ഉണ്ടല്ലോ കൂടെ. ചേച്ചി ഉണ്ടല്ലോ. ചേച്ചിയുടെ പേരെന്താ? മായ ചേച്ചിയും അജയൻ ചേട്ടനും. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങളെ. ആഹാ, സന്തോഷം. തിരുവനന്തപുരത്ത് എവിടെയാണ്? ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേരും, ഭയങ്കര ഇഷ്ടമാണ്, എല്ലാരും ഇഷ്ടമാ. എന്നും കാണുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂസ് ഏതാ? എന്നും കാണും. ഈ കോള് ചെയ്യുന്ന പറ്റിയില്ലാന്ന് ഇപ്പൊ കണക്ട് ആയപ്പോഴാണ് ഒറിജിനലാന്ന് മനസ്സിലായത്. അങ്ങനെ ഉറക്കെ പറ അജയൻ ചേട്ടാ, എല്ലാവരും കേക്കട്ടെ. ഞാൻ ചോദിച്ചതേ തിരുവനന്തപുരത്ത് എവിടെയാണ്? പറ്റിയതാണെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ മനസ്സിലാക്കി ഇത് ഒറിജിനലാന്ന്. കുറെ ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പൊ കിട്ടിയല്ലോ അല്ലേ? അത് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ചേട്ടാ കിട്ടാത്തത്. ചേട്ടാ തിരുവനന്തപുരത്ത് എവിടെയാ? ഞാൻ കുറച്ചേരായിട്ട് ചോദിക്കുന്നു. ഞങ്ങള് വെമ്പായം എടുത്താണ്. അലക്സിന്റെ ഒരു ഫ്രണ്ടാണ്, അലക്സിറ മുഹമ്മദിന്റെ സുഹൃത്താണ്. അപ്പൊ അലക്സിനോട് പറയാം അജയൻ ചേട്ടൻ വിളിച്ച കാര്യം. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ? മക്കളുണ്ട് രണ്ടുപേര്, രണ്ട് ആൺപിള്ളേര്. എന്ത് ചെയ്യുന്നു അവരൊക്കെ? ഒരാള് ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഒരാൾ 8ാം ക്ലാസ്സില്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ? സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നു. സെക്രട്ടേറിയറ്റ് സ്റ്റാഫാണ്. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വീട്ടിൽ തന്നെ. അത് വലിയ ജോലിയല്ലേ? വലിയ ജോലിയാണ്, വലിയ ഉത്തരവാദിത്തമാണ് അല്ലേ? സ്റ്റിച്ചിങ്. നന്നായി നന്നായി നന്നായി. അപ്പോ എല്ലാ ദിവസവും നമ്മുടെ ഷോ കാണാം. കേട്ടില്ലേ ചേച്ചി? നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഓ, താങ്ക് യു ചേച്ചി, താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ധൈര്യം. അപ്പൊ തുടർച്ചയായിട്ട് നമ്മുടെ പരിപാടി ഇനിയും കാണണം. കേട്ടില്ല. ഉന്മേഷിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാ. ഇടുക്കിയിൽ ഇപ്പൊ തിരുവനന്തപുരം താമസിക്കുന്നതാണ്. അപ്പൊ ഉന്മേഷിന്റെ നാട്ടുകാരും കൂടിയാണ്. ഒരേ നാട്ടുകാരായതിന്റെ സ്നേഹം കൂടി ഉണ്ട്. ഉന്മേഷ് കേൾക്കുന്നുണ്ട് കേട്ടോ. ഉന്മേഷ് അത് കേട്ടോണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിരിക്കുന്നുണ്ടാവും ഇത് കേട്ടിട്ട്. കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. ഉന്മേഷിനെ അറിയാം, എന്നെ അറിയാം. പറയാം ചേട്ടാ. അജയൻ ചേട്ടൻ വിളിച്ച കാര്യം പ്രത്യേകം പറയാം. ഉന്മേഷ് കാണുന്നുണ്ട്, ഉന്മേഷ് അത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിളിച്ചതിന് നന്ദി. ശുഭരാത്രി രണ്ടുപേർക്കും. ഗുഡ് നൈറ്റ്. അപ്പൊ അങ്ങനെ തിരുവനന്തപുരത്ത് അജയൻ ചേട്ടനും മായ ചേച്ചിയുമാണ് വിളിച്ചത്. നമുക്ക് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചത്.